ഈശ്വമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് റോമക്കാർക്ക് എഴുതിയ വിശുദ്ധ പൗലോസിന്റെ റോമക്കാർ ലേഖനത്തിൽ 14-ാം അധ്യായത്തിലെ 22-ാം തിരുവചനം വായിക്കാം. ഇക്കാരണത്താൽ നിന്റെ വിശ്വാസം ദൈവസന്നിധിയിൽ പരിരക്ഷിക്കുക. താൻ അംഗീകരിക്കുന്ന കാര്യങ്ങളിൽ മനസ്സാക്ഷി കുറ്റപ്പെടുത്താത്തവൻ ഭാഗ്യവാനാണ്. പ്രൈസ് ദി ലോർഡ്. വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു പദമാണ് മനസ്സാക്ഷി. എൻ്റെ മനസ്സാക്ഷി അനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് പലപ്പോഴും ചിന്തിക്കുകയും പറയുകയും ചെയ്യാറുണ്ട് നമ്മളെല്ലാവരും. മനസ്സാക്ഷിയുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പൊതുവായ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ മനസ്സാക്ഷിയെ കൂട്ടുപിടിച്ച് താൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് സമാശ്വസിക്കാറുണ്ട് പലരും. എന്നാൽ ജീവിതവും പ്രവൃത്തികളും തിന്മ നിറഞ്ഞതാണ് എന്ന് മറ്റുള്ളവർക്കും ഉറപ്പുണ്ടായിരുന്നിട്ട് കൂടി ചിലർ മനസ്സാക്ഷി പ്രകാരമാണ് തങ്ങൾ ജീവിക്കുന്നത് എന്ന് വാദിക്കുന്നത് കേൾക്കുമ്പോൾ എവിടെയോ ഒരു പന്തികേട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയെങ്കിൽ മനസ്സാക്ഷിയെ എപ്പോഴും ആശ്രയിക്കാൻ സാധ്യമല്ലെന്ന് വരുമോ? സത്യത്തിൽ എന്താണ് ഈ മനസ്സാക്ഷി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഉൾവെളിച്ചം, ആന്തരിക സ്വരം തുടങ്ങിയ വിശേഷണങ്ങളാണ് സാധാരണയായി മനസ്സാക്ഷിയെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ വ്യക്തിയെ സഹായിക്കുന്ന ദൈവിക സാന്നിധ്യമായിട്ടാണ് ഇതിനെ കരുതി പോരുന്നത് നമ്മളെല്ലാവരും. തനിക്കും മറ്റുള്ളവർക്കും ദോഷകരമായത് ചെയ്യാൻ പ്രേരണയുണ്ടാകുമ്പോൾ അരുത് എന്ന് വിലക്കുകയും നന്മയിലേക്ക് ജീവിതത്തെ തിരിച്ചുവിടുകയും ചെയ്യുന്നതാണ് മനസ്സാക്ഷിയുടെ ശരിയായുള്ള ധർമ്മം എന്നുള്ളത്. ദൈവിക നിയമങ്ങൾ വിരുദ്ധമായി വ്യക്തി പെരുമാറുമ്പോൾ അത് ഓർമ്മിക്കുകയും പശ്ചാത്താപത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതും മനസ്സാക്ഷി തന്നെയാണ്. മനഃശാസ്ത്രപരമായിട്ട് വിലയിരുത്തിയാൽ ഒരാൾ തൻ്റെ വരൾച്ചയുടെ കാലഘട്ടത്തിൽ പല ഉറവിടങ്ങളിൽ നിന്നായി ആർജിച്ചെടുത്ത ധാർമ്മിക ബോധ്യങ്ങളുടെ ആകെ തുകയാണ് മനസ്സാക്ഷി എന്ന് പറയേണ്ടി വരും. സൂപ്പർ ഈഗോ എന്ന് സിഗ്മണ്ട് ഫ്രോയിഡും പിതൃഭാവം എന്ന് ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ ഉപജ്ഞാതാവായ എറിക് ബെണ്ണും സ്വാഭാവിക വാസനകൾ കടിഞ്ഞാണിടുന്ന ഈ ആന്തരിക പ്രതിഭാസത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഒരുവിൻ്റെ ഉള്ളറകള് പരിശോധിക്കാൻ കർത്താവ് കൊളുത്തിവെച്ച വിളക്കാണ് ബൈബിൾ മനസ്സാക്ഷിയെ പ്രതിവൽക്കരിക്കുന്നത്. സുഭാഷിതത്തിൽ 20-ാം അധ്യായത്തിൽ 22-ാം തിരുവചനം പറയുന്നുണ്ട്, ജീവിതത്തിലെ ചില പ്രവൃത്തികളുടെ ശരിതെറ്റുകളെ കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ നന്മയുടെ പക്ഷം ചേരാൻ പ്രേരിപ്പിക്കുന്ന സ്വരമായി മനസ്സാക്ഷിയെ തിരുവചനം ചിത്രീകരിക്കുന്നുണ്ട്. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഏശയ്യാ 30-ാം അധ്യായത്തിൽ 21 പറയുന്നുണ്ട്, ഇതാണ് വഴി, ഇതിലേ പോവുക. അത് മനസ്സാക്ഷിയാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ സ്വഭാവേന രേഖപ്പെടുത്തിയിട്ടുള്ള ദൈവിക നിയമങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് മനസ്സാക്ഷിയുടെ ധർമ്മം എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹായുടെ പക്ഷം. റോമയുടെ 2-ാം അധ്യായത്തിൽ 15 പറയുന്നുണ്ട്. മനസ്സാക്ഷി എന്ന വാക്ക് തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. താൻ അംഗീകരിക്കുന്ന കാര്യങ്ങളിൽ മനസ്സാക്ഷി കുറ്റപ്പെടുത്താത്തവൻ ഭാഗ്യവാൻ എന്നാണ് സ്ലീഹായുടെ വിശ്വാസം. എന്നാൽ ഓരോരുത്തരും തങ്ങളുടെ മനസ്സാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരാവണമെന്നും വിശുദ്ധ ഗ്രന്ഥം മുന്നറിയിപ്പ് തരുന്നുണ്ട്. കളങ്കമേശാത്ത മനസ്സാക്ഷിയെ സൂചിപ്പിക്കാൻ പത്രോസ്ലീഹ ഉപയോഗിക്കുന്ന വിശേഷണം ശുദ്ധ മനസ്സാക്ഷി എന്നാണ്. പത്രോസ്ലീഹയുടെ 1 പത്രോസ് 3-ാം അധ്യായത്തിൽ 21-ാം തിരുവചനം പറയുന്നത്. പലതരം മനസ്സാക്ഷികളെ പറ്റി പൗലോസ്ലീഹ പ്രബോധം നൽകുന്നുണ്ട്. ദുർബല മനസ്സാക്ഷിയാണ് ആദ്യത്തേത്. 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ പെട്ടെന്ന് ഉതപ്പിൽ വീണു പോയേക്കാവുന്ന ആന്തരിക പ്രത്യേകതകളാണ്, പ്രകൃതമാണത്. അധികാര സ്ഥാനത്തിരിക്കുന്നവരോ ആത്മീയ ശുശ്രൂഷകൾ വ്യാപരിക്കുന്നവരോ തെറ്റേരെ കണ്ടാൽ ഇവർക്കൊക്കെ ആകാമെങ്കിൽ എനിക്കും ആകാം എന്ന മട്ടിൽ സ്വന്തം തെറ്റുകളെ നീതീകരിക്കുന്ന പ്രവണത ഇതിൻ്റെ ഭാഗമാണ്. ഇത്തരക്കാർ
തങ്ങളുടെ ശരിതെറ്റുകൾക്ക് മാനദണ്ഡമാക്കുന്നത് ശുദ്ധ മനസ്സാക്ഷി എന്നതിലുപരി മാതൃകയായിരിക്കണമെന്ന് തങ്ങൾ കരുതിപ്പോരുന്ന ചില വ്യക്തികളുടെ ജീവിതങ്ങളെയാണ്. പെട്ടെന്ന് ദുർബലമായി പോകുന്ന മനസ്സാക്ഷിയാണ് ഇവരുടേത്. മറ്റൊന്ന് ന്യായീകരണ മനസ്സാക്ഷിയാണ്. ഇത്തരക്കാരെ എല്ലാറ്റിനെയും ചോദ്യം ചെയ്യുകയും വാക്കുകളിൽ ചൊല്ലി തർക്കിക്കുകയും ചെയ്യുന്ന ദുർവാസനയ്ക്ക് വിധേയമായി എന്ന് സ്ലീഹ കരുതുന്നു. 1 തിമോത്തിയോസ് 6:4 പറയുന്നുണ്ട് തെറ്റായ മനസ്സാക്ഷിയെ കുറിച്ചിട്ട്. ചില തെറ്റായ യുക്തിചിന്തകളുടെ പ്രേരണയിൽപ്പെട്ടു, സുഹൃത്തുക്കളുടെ സ്വാധീനത്തിൽപ്പെട്ടു, ദൈവനിഷേധപരമായ പ്രത്യയശാസ്ത്രങ്ങളുടെ ആകർഷണത്തിൽപ്പെട്ടു ഒക്കെയാണ് ന്യായീകരണ മനസ്സാക്ഷി രൂപപ്പെടുന്നത്. നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് നമ്മൾ കേട്ട് കാണും. ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്ന് നമ്മൾ കേട്ട് കാണും. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുമുറി തിന്നണം എന്ന് നമ്മൾ കേട്ട് കാണും. മാർഗമേതായാലും ലക്ഷ്യം നന്നായാൽ മതി എന്ന് നമ്മൾ കേട്ട് കാണും. എന്നൊക്കെയുള്ള വാദങ്ങൾ നിരത്തി ഇത്തരക്കാർ തങ്ങളുടെ അധർമ്മങ്ങളെ ന്യായീകരിക്കും. ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാവും. സുഭാഷിതത്തിൽ പറയുന്നതാണ്, 14:12 പറയാണ്, ശരിയെന്ന വഴി ചിലപ്പോൾ നിങ്ങളെ മരണത്തിലേക്ക് നയിക്കും. മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു, എന്നാൽ കർത്താവ് ഹൃദയം തൂക്കി നോക്കുന്നു. സുഭാഷിതം 21:2 പറയുന്നുണ്ട്. ദുഷ്ടമനസാക്ഷി എന്നാണ് ഒരുവൻ്റെ അന്തർധാളത്തിന് സംഭവിക്കുന്ന ദുർഭമായ അവസ്ഥ തിരുവചനം ഉപയോഗിക്കുന്നത്. ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ കഴുകണമെന്നാണ് ഹെബ്രായരുടെ ലേഖനം സ്മരിക്കുന്ന. ഹെബ്രായ 10:22. മനസ്സാക്ഷി കത്തിക്കരിഞ്ഞു പോയി ചിലരുണ്ട്. 1 തിമോത്തിയോസിലെ 4:2 പറയുന്നുണ്ട്. എൻ്റെ സ്ലീഹ പരിധിപ്പിക്കുന്നുണ്ട്, നിരന്തരം അന്തരംഗത്തിലെ ദൈവിക സ്വരത്തെ തിരസ്കരിച്ച് ലോകത്തിൻ്റെ തെറ്റായ യുക്തികളിൽ അഭിരമിച്ച് സ്വന്തം തെറ്റുകളെ ന്യായീകരിച്ച് ജീവിച്ചു പോകുന്ന വ്യക്തികൾ എത്തിച്ചേരാനിടയുള്ള ആത്മീയ അന്ധകാരമാണ് സൂചിപ്പിക്കുന്നത്. മുന്നറിയിപ്പുകൾ കൊണ്ടോ ഉപദേശങ്ങൾ കൊണ്ടോ തിരുത്താനാകാത്ത വിധം മനസ്സാക്ഷി കരിഞ്ഞു പോകുന്ന അവസ്ഥയാണത്. ചില ആളുകളുടെ മനസ്സാക്ഷിയെ തിരസ്കരിച്ചു കളയുന്നു എന്ന് വിശുദ്ധ പൗലോസ് വ്യാകുലപ്പെടുന്നവരെ കുറിച്ചാണ് 1 തിമോത്തിയോസ് 1:19 പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ മനസ്സാക്ഷിയെക്കുറിച്ച് വിശുദ്ധ പൗലോസ് ലീഹ, പത്രോസ് ലീഹ ഇവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിയായുള്ള അർത്ഥത്തിൽ എന്താണ് നമുക്ക് മനസ്സാക്ഷിയുടെ സ്വരം ദൈവികമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് ശരിയായുള്ള മനസ്സാക്ഷിയുടെ സ്വരം ലഭിക്കും. ആ ദൈവമായുള്ള അഭേദ്യ ബന്ധമുണ്ടെങ്കിലേ നമുക്ക് മനസ്സാക്ഷിയുടെ സ്വരം ശ്രവിക്കൂ. അതാണ് ഏശയ്യയുടെ 30:21 ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അത് ലഭിക്കണമെങ്കിൽ നമുക്ക് പിതാവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതാണ് നമ്മുടെ മനസ്സാക്ഷിയുടെ സ്വരം. മറ്റതെല്ലാം മനസ്സാക്ഷിയുടെ സ്വരമല്ല. നമ്മൾ യുക്തിപരമായിട്ട് നമ്മുടെ ജീവിത മേഖലയിലേക്ക് നമുക്ക് താല്പര്യം തോന്നുന്ന കാര്യങ്ങളെ നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് അത് മനസ്സാക്ഷിയാക്കി നമ്മൾ ചിത്രീകരിക്കുന്നത് നമ്മുടെ സ്വാർത്ഥപരമായ ലാഭത്തിനും പൈശാചിക ചിന്തയുമാണ്. അത് ചിത്രിച്ചറിയുക. അത് ഒരിക്കലും മനസ്സാക്ഷിയല്ല, ദൈവിക സ്വരമല്ല. അപ്പോൾ ദൈവിക സ്വരം ശ്രവിക്കണമെങ്കിൽ ദൈവമായിട്ടുള്ളൊരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. അതിന് എന്തോ ഉണ്ടായിരിക്കണം? ദൈവിക വചനങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും പലതും നമുക്ക് അറിയാമായിരിക്കാം, ലോകത്തിൻ്റെ വിജ്ഞാനം ഒരുപാട് നമുക്കുണ്ടായിരിക്കാം. കാര്യമില്ല പ്രിയമുള്ളവരെ. കാരണം ശരീരത്തെക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? ആത്മാവ് എന്നുള്ള സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒന്നുമല്ലാത്ത ഈ ശരീരത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നു. നമ്മുടെ ഈ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നിനക്ക് രക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ഫലം? അപ്പോൾ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തരുന്ന സന്ദേശങ്ങൾ, ദൈവം തരുന്ന സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മുറുകെ പിടിക്കുക, അതിനുവേണ്ടി വിട്ടുകൊടുക്കുക. കർത്താവേ, ദൈവമേ, ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ സ്വരം നിന്നിൽ നിന്ന് ലഭിക്കുന്ന സ്വരമായി മാറ്റിയെടുത്തുകൊണ്ട് നിന്നോടൊപ്പം ചേർന്നുകൊണ്ട് ജീവിക്കാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.